ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് നമ്മളിന്നൊരു കല്യാണത്തിന് പോകാൻ ഗൈസ്. അത് മാത്രമല്ല, കല്യാണത്തിന് പോകാൻ ചെയ്യണം, കല്യാണ സദ്യ കഴിക്കുകയും ചെയ്യണം. കല്യാണത്തിന് പോകാം, കല്യാണ സദ്യ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അമ്പു തീരുമാനിക്കും. അതെന്നാ അമ്പു അമ്പു അതിന്റെ മമ്മ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കും. പക്ഷെ ഞാൻ നല്ല കൂറക്കോലത്ത് നിൽക്കും. അത് പിന്നെ ഡ്രസ് ചെയ്താൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്ന് പൊന്നാട കൂടെ പഠിച്ച പൊന്നാട ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. നമ്മൾ ഒരുപാട് നാളിന് ശേഷം ഒരു കല്യാണം കൂടെ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വളരെ 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 അടുത്ത ഫ്രണ്ട്, അതും ഒരുപാട് നാളത്തെ ഫ്രണ്ട്ഷിപ്പ്. ഇന്നലെ രാത്രിയും കൂടെ പൊന്നാട 10ന്റെ ആണോ +2ന്റെ ആണോ ഓട്ടോഗ്രാഫ് 10ന്റെ ആണോ അപ്പൊ +2ന്റെ ഓട്ടോഗ്രാഫ് എടുത്തിട്ട് ഇന്നലെ രാത്രി എന്നെ കാണിച്ചത്. ഇത് കണ്ടോ, ഇവളാണ് എനിക്ക് ആദ്യമായിട്ട് ഓട്ടോഗ്രാഫിന്റെ ഫസ്റ്റ് പേജിൽ എഴുതി തന്നെ കണ്ടു. നാളെ അവളുടെ കല്യാണമാണ് ഗൈസ്. നാളെ അല്ല, ഇന്ന് അവളുടെ കല്യാണമാണ്. അനു എന്ന പേര് എന്റെ വാവ. ഇത് വാവ ചേച്ചിയുടെ കല്യാണമല്ലേ? വാവ ചേച്ചിയല്ല, വാവ ആന്റിയുടെ കല്യാണം. രാവിലെ റെഡിയായി, നേരത്തെ പതിവില്ലാതെ രാവിലെ അമ്പു കറക്റ്റ് 7 മണിയായപ്പോ എണ്ണീറ്റ്. നല്ല മഴ. ഇത്ര ദിവസം നിന്നിട്ട് മഴ, ഇത്ര ദിവസം വെയിലായിട്ട് നിന്നിട്ട് മഴ. കുറച്ച് നാള് നല്ല വെയിലുണ്ടായിരുന്നു. പെട്ടെന്ന് സഡനായിട്ട് മഴ പെയ്തു. നമ്മള് പുറത്ത് മഴ പെയ്യുമ്പോ കേട്ടില്ലേ കുറുക്കന്റെ കാക്കയുടെ കല്യാണം. ഇനി അതും കൂടെ ഉള്ളു. കാട്ടില് പലത് പറയല്ലോ, കാക്കയുടെയും കുറുക്കന്റെയും കല്യാണം, കാട്ടിലെ കുറുക്കന്റെ കല്യാണം. കല്യാണത്തിന് ഇത് തേങ്ങ തിന്നിട്ടുണ്ട്. കൊച്ചിലും ഒത്തിരി തേങ്ങ തിന്ന കല്യാണത്തിന് മഴ പെയ്യുന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാവ നല്ലോണം തേങ്ങ തിന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ വാവയെ കാണാൻ പോകുന്നത്. ഒത്തിരി എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഞാൻ +1 ടൈമിൽ എങ്ങാണ്ട് കണ്ടതാ വാവയെ. അതിനുശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഓട്ടോഗ്രാഫിൻ്റെ ഫസ്റ്റ് പേജ് ഇത് വാവ എഴുതുക. അവൾ തന്നെ എഴുതണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. എനിക്ക് +2 വെച്ചിട്ട് ഓട്ടോഗ്രാഫ് ബുക്ക് മേടിച്ചു. 10ൽ എനിക്ക് ഓട്ടോഗ്രാഫ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് ഒരുമിച്ചല്ല, +2 ഞങ്ങൾ ഒരുമിച്ചല്ല പഠിക്കുന്നത്. പക്ഷേ എനിക്ക് അവൾ എഴുതണമെന്ന് മസ്റ്റായിരുന്നു. അവളാണ് ഫസ്റ്റ് എൻ്റെ ഓട്ടോഗ്രാഫിൻ്റെ ഫസ്റ്റ് പേജ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ വായിക്കുകയാണെങ്കിൽ നല്ല കോമഡി ആയിരിക്കും. എൻ്റെ ഓട്ടോഗ്രാഫ് കിട്ടാനുള്ള ഭാഗ്യം നിനക്കുണ്ട്, അത് പറഞ്ഞിട്ട് ആ വൃത്തിയായിട്ടുള്ള തുളങ്ങിയിരിക്കുന്നത് തന്നെ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവൾ പറഞ്ഞേക്കുന്നത് എന്ത് എഴുതാനാടാ, എനിക്ക് കാവ്യാത്മകമായി എഴുതാനൊന്നും അറിയില്ല എന്നതാണ് വാസ്തവം. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ ഒന്ന് ചിരിക്കണം, 2 വാക്ക് സംസാരിക്കണം. എനിക്ക് അത്രയും മാത്രം മതി. 2 വാക്കല്ല, ഒരു നോട്ടമല്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണാൻ പോവാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. അത് നിന്റെ കല്യാണത്തിന് തന്നെ കാണുന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ഒന്നായിരിക്കും. ഈ ഒരു ഓട്ടോഗ്രാഫിനകത്ത് ഒതുങ്ങുന്നതല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ചെല്ലുമ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ടാവും. നല്ല ലേറ്റായി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ കാലത്തെ പോകാൻ പറ്റിയിട്ടില്ല. ആൻറ്റിയുടെ കല്യാണത്തിന് പോയാലോ? വാ ഗൈസ്. പൊന്നാട ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞങ്ങൾ 2 സെയിം കളർ. പക്ഷേ എൻ്റേത് കൊള്ളാം. ഞാൻ കഴിഞ്ഞ ദിവസം പൊന്നാട മേക്ക് ഓവർ വീഡിയോയിൽ ഇട്ട അതേ ഡ്രസ്സ് തന്നെയാണ് ഗൈസ്. എനിക്കെന്താ അറിയില്ല, ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എവിടെ പോയാലും ഇത് തന്നെ ആയിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ശരിക്കും ലേറ്റായി ഗൈസ്, ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. 11 മണിക്കും 11:30ക്കാണ് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ ശരിക്കും 11 മണി കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് പറഞ്ഞാൽ ഒരു 2-3 കിലോമീറ്ററിനകത്താണ് ഓഡിറ്റോറിയം. അപ്പോൾ അത് കാരണം സമയത്തിന് ചെല്ലാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നോക്കാം. അമ്പു ഇത്ര നേരം ഉറക്കമായിരുന്നു ഗൈസ്. അമ്പു എണീറ്റപ്പോൾ തന്നെ ഇനി അമ്പുവിൻ്റെ കാര്യം എങ്ങനെ നടത്തില്ല, നല്ല ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നതാണ്. അമ്പു ചിലപ്പോൾ ഇരിക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് നോക്കണം അല്ലേ? ഷാനുമ്മ ബിസിയാണ് ഗൈസ്. കാരണം അമ്പുവിനെ ഫീൽ ചെയ്യിക്കുക. അമ്പുവിനെ ഇപ്പോഴേ ഓക്കെ ആക്കി വെച്ചാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേന് സമാധാനത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്.
ഗൈസ്, അപ്പം ഞാനും പൊന്നായും കൂടെ എനിക്കൊന്ന് ലാസ്റ്റായിട്ട് പങ്കെടുത്ത കല്യാണം എന്ന് പറയുന്നതും പൊന്നാട് ഒരു കൂട്ടുകാരിയുടെയും കല്യാണമായിരുന്നു ഗൈസ്. അത് ഏകദേശം 2 വർഷമായോ? 2 അല്ല, ഐ തിങ്ക് 1 വർഷം ആയിട്ടുണ്ട് എന്തായാലും, ഒന്നിൽ കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അവർ ഇന്ന് തിരിച്ചു പോവാണ് ഗൈസ്, തിരിച്ച് ഗൾഫിൽ പോവാ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് പങ്കെടുത്ത കല്യാണവും പൊന്നാടെ ഫ്രണ്ടിൻ്റെയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് പൊന്നാടെ ഫ്രണ്ടിൻ്റെയാണ്. ഇന്ന് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മാവെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് പേരെങ്കിലും കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ കാണാൻ പറ്റും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കുറച്ചുപേരെങ്കിലും കാണാൻ പറ്റില്ല, ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും, 2 പേരെങ്കിലും വരുമായിരിക്കും. അമ്മൂട്ടന് എവിടെ പോവാടാ? എവിടെ പോവാ? ആന്റീന്റെ കല്യാണത്തിന് പോവാനോ? പിന്നെ ഒരു കാര്യം കൊണ്ട് എന്താ അറിയോ, ഈ കല്യാണത്തിന് പോയിട്ട് നമ്മൾ കഴിക്കുമല്ലോ സദ്യ, അതായത് കല്യാണം അറിയത്തില്ല, കാരണം അമ്പു സമ്മതിച്ചാലേ പറ്റുമെങ്കിൽ കഴിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്പുന്റെ ആദ്യത്തെ അമ്മന്റെ ആദ്യത്തെ സദ്യയാ. നമ്മള് ചോറൂണ് കഴിഞ്ഞിട്ട് അമ്പുന്റെ ആദ്യത്തെ സദ്യ. അമ്പു ഫസ്റ്റ് പോകുന്ന കല്യാണം, അമ്പുന്റെ ആദ്യത്തെ കല്യാണം. അമ്പു ഇങ്ങോട്ട് നോക്കിക്കേ, എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? കവളത്തും താടിക്കൊക്കെ കുത്തൊക്കെ ഇട്ടിരിക്കുക. അമ്പുവിനൊരു ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തായിരുന്നു നല്ല അടിപൊളിയായിട്ട്. പക്ഷെ അമ്പു അത് എടുത്തൊരൊറ്റ എയർ എറിഞ്ഞു. അമ്പുന് വേണ്ട അല്ലേ അമ്പൂട്ടാ? ഓ അങ്ങനെയല്ലേ. അമ്പൂട്ടന്റെ കാക്ക ഇപ്പഴാ ഞങ്ങക്ക് ചിരി വന്നത്. അതല്ലേ ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞ സ്ഥലമാണേ. എത്ര നേരം കൊണ്ട് തഴയുവാ? എനിക്ക് ഏകദേശം 1 മണിക്കൂറായി. 11 മണിക്ക് ഇറക്കിയ ഞങ്ങൾ 1 മണിക്കൂർ ബ്ലോക്കിനകത്ത് ഭയങ്കര ബ്ലോക്ക്. തിരക്ക് ഓണത്തിന്റെ ഓണത്തിന്റെ തിരക്കൊക്കെ ആയിരിക്കും. നമ്മുടെ പാറ നോക്കിയാൽ നല്ല മഴയിൽ കുളിച്ച് നനഞ്ഞ് ഇറക്കി. ഇപ്പൊ അത് കയറി കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ താഴെ അപ്പു ക്ഷീണിച്ച് കിടക്കുവാണ് അമ്പൂട്ടാ. ഇപ്പൊ തിരക്കിച്ചിരി കുറഞ്ഞു കിട്ടില്ലേ? എന്തായാലും ഓഡിറ്റോറിയോ ഒക്കെ അറിയാവുന്നതായതുകൊണ്ട് ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. വാവയുടെ ഹസ്ബൻഡുമായിട്ട് നമുക്കൊരു ചെറിയ കണക്ഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? ഞങ്ങള് കോട്ടയത്തെ ഹോസ്പിറ്റലില് ഡെലിവറിക്ക് വേണ്ടി കിടന്ന സമയത്ത് നമ്മള് ബ്ലഡിന് വേണ്ടിട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് വിഷമിച്ച് നിന്ന സമയത്ത് അവള് ചേട്ടന്റെ, അതായത് ഫിയാൻസിയുടെ നമ്പർ തന്നു. ദേവസ് എന്നാ ചേട്ടന്റെ പേര്. ചേട്ടൻ ഞങ്ങള് നല്ലോണം ഹെൽപ്പ് ചെയ്തല്ലേ. അന്ന് ഞാൻ പുള്ളിയെ വിളിച്ചു, പുള്ളി എന്നെ വിളിച്ചു, ഞങ്ങൾ കുറെ സംസാരിച്ചു. പിന്നെ നമ്മൾ അത്രയും എമർജൻസി ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ബ്ലഡിന്. അപ്പൊ ഞാൻ കുറച്ച് ബ്ലഡിന്റെ ആവശ്യമായിരുന്നു. അപ്പം ഭയങ്കര ആശ്വാസ വാക്കുകൾ കൊണ്ടും സമാധാനിപ്പിച്ചു. കുറെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മളെ ആ ഒരു ടെൻഷനിൽ പെട്ടെന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സഹായിക്കുകയൊക്കെ ചെയ്തത് പുള്ളിക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ കൂടെ ഞങ്ങൾക്ക് ചേട്ടനായിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ടൈം നേരിട്ട് കൂടെ കാണാൻ പോവാ അല്ലേ? അമ്മൂട്ട നീ വരാൻ വേണ്ടിട്ട് നമ്മളെ ശകായിച്ചുടാ. എന്തേ പറയാനുള്ളത് നിനച്ച്? എന്തോ പറയുന്നേ? താങ്ക് യു പറയുവാണോ? എന്തുവാ പറയുന്നേ? കയ്യിലൊരു ഗിഫ്റ്റൊക്കെ കരുതിയിട്ടുണ്ട് കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അറിയുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടില്ല. അവിടെ എന്താ എല്ലാരും അങ്ങോട്ട് പോകുന്നത്? അവിടെ ഫുഡ് കഴിക്കാനായിരിക്കും. കഴിഞ്ഞില്ല, നമുക്ക് അറിയത്തില്ലല്ലോ. അതുപോലെ രീതികളെല്ലാം ഉണ്ട്. അതെല്ലാം ആ സ്വഭാവം രീതിയെല്ലാം സമന്വയിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെ കല്യാണപ്പെട്ടായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ഭയങ്കര സന്തോഷം.
എന്നാ ഇപ്പം ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ക്യാമറയ്ക്ക് പോത്തെടുക്കും, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഗൈസ്, അപ്പോൾ ചെക്കനും പെണ്ണു ഗൈസ്. കല്യാണമൊക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മള് ഫുഡിങ് പൊന്നെ എവിടെ പോടേ ഇനി? ഫുഡ് കഴിക്കണം ആഗ്രഹമുണ്ട്, പായസമൊക്കെ കൂട്ടി. പക്ഷെ ഇവര് സമ്മതിക്കുമെന്ന് അറിയത്തില്ല. നോക്കാം, ട്രൈ ചെയ്യാം. സദ്യ മീനോടാ ഗൈസ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല പരിപ്പ് കറിയൊക്കെ കൂട്ടി ഗൈസ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ പായസം കുടിക്കാൻ പറ്റില്ല. പായസം മാത്രമല്ല, പായസം ബോളി ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ കഴിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഒന്നിച്ചല്ല കഴിച്ചത്. ഞാൻ കഴിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ പിടിച്ചു, അത് കഴിഞ്ഞിട്ട് പൊന്ന കഴിച്ചു. പക്ഷേ ഈ പായസം കഴിക്കാൻ അവൾ സമ്മതിച്ചില്ല കഴിച്ചു. ഇനിയിപ്പോൾ പൊന്നാക്കി കുറ്റബോധമായിരിക്കും. കല്യാണത്തിന് വന്നിട്ട്, അതും സ്വന്തം കൂട്ടുകാരുടെ കല്യാണത്തിന് വന്നിട്ട് സദ്യയിൽ പായസം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫോട്ടോ തന്നെ. ഇതണ്ട ചേട്ടൻ പ്ലെയിൻ പടർത്തുന്നുണ്ട. അപ്പൊ പിടിച്ചോ പിടിച്ചാട്ടെ ഗൈസ്. ഇത് വന്നിട്ടുണ്ട് ഡ്രോണ്. അമ്പുവിൻ്റെ അടുത്ത് വന്ന് ഡ്രോൺ വന്ന് ഗൈസ്. ടാറ്റ കൊടുത്തിട്ട് വാ ഗൈസ്. അപ്പം നമ്മൾ ഗൈസ് ഇവിടുന്ന് തിരിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ കല്യാണമൊക്കെ കൂടി നമ്മൾ കുറേ നാളിന് ശേഷം കൂടിയ കല്യാണം അതിഗംഭീരമായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇനി നമുക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പക്ഷേങ്കിൽ അമ്പുവിൻ്റെ എണ്ണ ഗൈസ്, ഒരു കാര്യം എന്താ അറിയോ, അമ്പുവിൻ്റെ എണ്ണ തീർന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കാന്ന്. കഴിഞ്ഞ വട്ടം അങ്ങനെ വീട്ടിലുണ്ടാക്കി ഗൈസ്. അപ്പോൾ ആ എണ്ണ തീർന്നു, കാരണം അത് ഞാനും കൂടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് കാരണം ഇപ്രാവശ്യം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടില്ല. അത് കാരണം ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പൊ ഇന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു നമുക്ക് അതിനുള്ളൊരു സമയമില്ല ഗൈസ്. അപ്പൊ നമ്മള് ഗ്യാസും തീർന്നു ഗൈസ്. ഇനി ആ ഗ്യാസ് തീർന്നത് അതിന്റെ കുറ്റക്കാരൻ ഞാൻ ആവുമായിരിക്കും. അപ്പൊ ഗൈസ് നമുക്ക് പോകുന്ന വഴിക്ക് അമ്പുവിന് എണ്ണയും കൂടെ മേടിച്ചുകൊണ്ട് പോകണം ഗൈസ്. അമ്പു ഒന്നും കഴിച്ചില്ല, അമ്പു കഴിക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ അമ്പുവിന്റെ ഉടുപ്പി ഫുള്ള് കറിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അലങ്കാരം വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എണ്ണ എടുത്തിട്ട് പതിയെ വീട്ടിലോട്ട് പോകാം. നമ്മൾ ഉദ്ദേശിച്ച സാധനം അലങ്കാരം കിട്ടിയില്ല. നമ്മളിനി വേറെ ഏതെങ്കിലും ഷോപ്പ് പിടിക്കണം. വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് കിട്ടിയില്ല. വേറെ ഏതോ ബ്രാൻഡിന്റെ ഇരിപ്പുണ്ട് കേട്ടോ വെർജിൻ കോക്കനട്ട്. പക്ഷെ അത് നമ്മൾ കുഞ്ഞിനെ യൂസ് ചെയ്ത സാധനം തന്നെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും ഓയിൽ മേടിക്കാം ഗൈസ്, അതല്ലേ നല്ലത് ഗൈസ്. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒക്കെ തീർന്നു ഗൈസ്. ഈ ഐഫോണൊക്കെ എടുക്കുന്നവർക്ക് കുറച്ചുകൂടെ സ്റ്റോറേജ് കൊടുത്തൂടെ ഐഫോൺ മുതലാളി? അല്ലേ? പിന്നെ പൈസയൊക്കെ മുടക്കി എടുക്കുന്നതല്ലേ, ഒരല്പം കൂടെ സ്റ്റോറേജ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ശകലം അടങ്ങിയിരിക്കുന്നില്ല. ഫ്രണ്ടി വരാനാ വണ്ടി ഓടിക്കണോ? വണ്ടി ഓടിച്ചാടാ അമ്പു. പപ്പായ്ക്ക് അടി കൊടുത്തേ. ഗൈസ്, അമ്പു പരിപ്പൊക്കെ കൂട്ടി, പരിപ്പ് നെയ്യൊക്കെ കൂട്ടി സദ്യ കഴിച്ചോട്ടോ. സദ്യ അല്ല, കുറച്ച് നെള്ളി കൊടുത്ത് ഗൈസ്. അപ്പൊ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേരെ ഗൈസ്. ബൈ.